ഹായ് നമസ്കാരം. ഔട്ട് ഓഫ് ലൈഫ് ഒക്കെ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു എഗ് പപ്സ് ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവരും ബേക്ക് ചെയ്താണ് എഗ് പപ്സ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇന്നൊരു ഫ്രൈഡ് എഗ് പപ്സ് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ പപ്സിൻ്റെ മസാലയ്ക്കായിട്ട് നമ്മളൊരു 1.5 സവോള നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശകല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളൊരു 3 മുട്ട പുഴുങ്ങി കണ്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒരു 6 പീസുണ്ട്. അപ്പോൾ നമ്മൾ 6 പപ്സാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ പപ്പ് പേസ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. നമ്മുടെ പാനൊക്കെ ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊക്കെ ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ശകലം ഉപ്പൂടെ നമ്മൾ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പൊന്ന് നമുക്ക് ഇട്ടേക്കാം. പിന്നെ കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കി പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ബാക്കി ഉപ്പ് ചേർക്കാം. ഇവിടെ നിന്ന് വറന്ന് വരട്ടെ. അന്നേരത്തേക്ക് നമുക്ക് നമ്മുടെ പപ്പേസ്ട്രിക്കുള്ള മാവ് കുഴച്ചെടുക്കാം. നമ്മൾ 1/2 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. മാവൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ ശകലം ഓയിലോട് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മാവ് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെ നല്ലതായിട്ട് കുഴച്ചെടുക്കാം. നമ്മളെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 6 പപ്സിന് വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. 1.5 സവോളയാണ്. അതിനാവശ്യമുള്ള ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ശകലം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഫുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെറിയൊരു ലൂസ് വരവ് കിട്ടാൻ വേണ്ടി. ഫില്ലിങ്ങുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നമുക്ക് തണുക്കാൻ വെക്കാം. ഒരു 6 ബോളായിട്ട് എടുക്കാം. നമുക്കിനി നമ്മുടെ മുളക് ഒന്ന് പപ്സ് പേസ്റ്റിയുടെ ആ ഒരു ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. നമുക്ക് മൊത്തം കറക്റ്റ് റൗണ്ടിലല്ല, നമ്മളൊരു ചതുര രീതിയിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് നിങ്ങൾ പരത്താം. നമ്മളിത് കറക്റ്റ് ഷേപ്പിലൊന്നും അല്ല നമ്മൾ വെറുതെ എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഫില്ലിംഗ് എല്ലാം വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഷേപ്പ് കിട്ടും. നമ്മൾ സാധാരണ വീട്ടിൽ പരത്തുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിൽ നമ്മൾ കാണിക്കുന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പഫ് പേസ്ട്രി എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മസാല ഇട്ട് കൊടുത്ത് നമുക്ക് മുട്ടകൾ ഫില്ല് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ കമത്തിയാണ് വെക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഹോട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പൊന്നും വരാൻ പാടില്ല. നമ്മൾ നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്ക്
പാൻ വെച്ച് കൊടുക്കാം. പാനൊക്കെ ചൂടായിട്ടുണ്ട്, നമുക്കിനി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിലിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇച്ചിരി കട്ടിയിലാണ് നമ്മൾ കുഴച്ചെടുത്തതായതുകൊണ്ട് ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരണമെങ്കിൽ ഒരു നമ്മൾ സ്ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി. ഒരു 2 എണ്ണ ഇട്ട് ഫ്രൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ പപ്സൊക്കെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. പത്തോ 15 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ബേക്ക് ചെയ്യാൻ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊന്നും ബേക്ക് ചെയ്യാൻ വെക്കണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല സൂപ്പർ പപ്സ് പോലെ തന്നെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇതിൻ്റെ അകത്ത് ലെയറും ഒക്കെ ഉണ്ട്, നമുക്ക് നല്ല ലെയറും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ടേസ്റ്റോടെ നോക്കിയേക്കാം. നല്ല ചൂടായിരുന്നു. ഈ ഫ്രൈ ചെയ്തെടുത്തോളം വെച്ചാൽ ഒരു മുരിഞ്ഞിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്നാലും നമ്മൾ പപ്സ് നല്ലപോലെ മുരിഞ്ഞാണല്ലോ. പക്ഷേ അത് ബേക്ക് ചെയ്തതിൻ്റെ ഒരു മുരിച്ചിലും ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുരിച്ചിലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമാണല്ലോ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമുക്ക് ബേക്ക് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്